നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം ഈ ഫെബ്രുവരി മാസം 2026 ഫെബ്രുവരി 11 മുതൽ 28 വരെ ഭരണി നക്ഷത്രക്കാര് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ജീവിതത്തിലെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുവാൻ സാധിക്കുന്നതാണ്. ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഇവർക്കുണ്ടാകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ ആദ്യമായിട്ട് എടുത്തു പറയേണ്ട കാര്യം, നിങ്ങൾ ഈ ഫെബ്രുവരി 11 മുതൽ നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ പരിശ്രമിക്കുകയാണെങ്കിൽ, അതായത് നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പരിശ്രമിക്കുകയാണെങ്കിൽ അത് വിജയത്തിൽ എത്താൻ പറ്റിയ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ്. പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് ധനലാഭമൊക്കെ ഉണ്ടാവാൻ പോകുന്ന ഒരു സമയം കൂടിയാണ്. ഈ ധനലാഭം എന്ന് പറയുമ്പോൾ നിങ്ങൾ നനച്ചിരിക്കാതെയുള്ള ധനലാഭമാണ് വരുന്നത്. ലോട്ടറി ഭാഗ്യം പോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട്. നിങ്ങൾ ഈ ധനം വന്നു ചേരുവാനായിട്ട് പരിശ്രമിക്കേണ്ടതുണ്ട്. പരിശ്രമിക്കുക. തീർച്ചയായിട്ടും ധനത്തില് നിങ്ങൾക്ക് വർധനവുണ്ടാവുന്നതാണ്. കടങ്ങളൊക്കെ മാറിപ്പോകുന്നതാണ്. കടങ്ങളെല്ലാം തീരാൻ തന്നെ സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾ ചില കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ യാത്രകളൊക്കെ മാറ്റിവെക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് മാറ്റിവെക്കുക, ദീർഘദൂര യാത്രകളൊക്കെ വേണ്ടിവരുന്ന ഒരു സമയമാണ്. ഇതെല്ലാം നിങ്ങളുടെ ഭാവിയിലേക്ക് നല്ലതിനു വേണ്ടിയുള്ള യാത്രകളാണ്. വിദേശ യാത്രകളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് വന്നെന്നിരിക്കാം. അതൊന്നും മാറ്റിവെക്കരുത്. വിദേശത്തേക്ക് ഇപ്പൊ പോകുന്നില്ല എന്നൊക്കെയുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത്. അത് അബദ്ധമാണ്. നിങ്ങൾക്ക് വിദേശ ജോലിയൊക്കെ വരുന്ന ഒരു സമയമാണ്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ കുറെ ആളുകൾക്ക് കുറെ കാലമായിട്ട് വിവാഹമൊക്കെ മുടങ്ങിക്കിടന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ മനസ്സിൽ നിരാശ ബാധിച്ചിരിക്കുന്ന ചില ആളുകളുണ്ട്. ആ ആളുകളൊക്കെ ഈ പറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ ഒന്ന് അതിനുവേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിവാഹത്തിന് ഒരു തീരുമാനമാവുന്നതാണ്. വിവാഹമൊക്കെ നടക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ചില ശുഭകർമ്മങ്ങൾക്കൊക്കെ നിങ്ങൾ പാത്രമാവുന്നുണ്ട്. അതായത് വിവാഹം, ഗൃഹപ്രവേശം, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട്. പുതിയ ഭവനമൊക്കെ വാങ്ങിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ഭവനമില്ലാത്തവർക്കൊക്കെ ഒരു ഭവനത്തിന്റെ ആദ്യപടി എന്ന നിലയിലൊക്കെ നിങ്ങൾക്ക് ഭവനം പണിയുവാനുള്ള തുടക്കം കുറിക്കുവാനോ അല്ലെങ്കിൽ പുതിയൊരു ഭവനം പെട്ടെന്ന് വാങ്ങുവാനോ ഒക്കെയുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ചില സാധ്യതകൾ നമ്മളിലേക്ക് വരുമ്പോൾ അത് നടക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു അമാന്തത പാടില്ല. നിങ്ങളത് പെട്ടെന്ന് തന്നെ ചെയ്യണം. നമ്മൾക്ക് ദൈവം കൊണ്ടുവന്ന് കുറെ സൂചനകൾ തരും. ആ സൂചനകളിൽ പിടിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെയാണ് ജീവിതം ഓരോരുത്തരുടെയും മുന്നോട്ട് പോകുന്നതും വഴിതിരിഞ്ഞ് പോകുന്നതുമൊക്കെ. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾക്ക് ഈ സമയത്ത് നിങ്ങളുടെ ബുദ്ധിക്ക് വളരെയധികം ഉണർവ് ഉണ്ടാകുന്ന ഒരു സമയമാണ്. ബുദ്ധി സാമർഥ്യം കൂടുന്ന സമയമാണ്. അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾ എന്ത് കാര്യങ്ങൾ, ബിസിനസ് ആയാലും വിദ്യാഭ്യാസമായാലും എന്ത് കാര്യങ്ങൾ ചെയ്താലും വളരെയധികം മേന്മ ഉണ്ടാകുന്നതാണ് ഈ സമയത്ത് ചെയ്യുന്ന കാര്യം. അതായത് നിങ്ങളുടെ ബുദ്ധി ഏറ്റവും കൂടുതൽ ഉണർന്നിരിക്കുന്ന ഒരു സമയമാണ്. മനുഷ്യന് തന്നെ, നമുക്ക് തന്നെ നമ്മളെ എടുത്താൽ അറിയാം, ചില സമയത്ത് നമ്മൾ പോസിറ്റീവായിട്ടിരിക്കും, നെഗറ്റീവായിട്ടിരിക്കും. പക്ഷെ പോസിറ്റീവായിട്ടിരിക്കുന്ന ഏറ്റവും നല്ല സമയങ്ങളാണ് ഈ വരുന്നത് 11 മുതൽ 28 വരെ. കൂടാതെ നിങ്ങൾക്ക് വാക് സാമർഥ്യമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. അതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഒരുപാട് കാലമായിട്ട് നിങ്ങൾക്ക് കിട്ടില്ല എന്ന് കരുതിയ കാര്യങ്ങൾ പോലും നിങ്ങളുടെ ഒരു വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ്. ഏറ്റെടുക്കുന്ന ദൗത്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് വളരെ വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഒന്നിനും ഒരു അമാന്തം പാടില്ല. നിങ്ങളിലേക്ക് കുറെ അവസരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ ഇന്ന് നടക്കുമോ ഇല്ലയോ, മാനസികമായിട്ടുള്ള ഒരു അഭിപ്രായത്തിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ധൈര്യമായിട്ട് ഏറ്റെടുക്കുക. അത് വിജയകരമായിട്ട് പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഒരുപാട് കാലമായിട്ട് നിങ്ങളുടെ തൊഴിലിൽ നിങ്ങൾക്ക് അഭിവൃദ്ധി ഒന്നും ഉണ്ടാകാതെ കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ മാറി അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. എന്നിരുന്നാലും നിങ്ങൾ ചില കാര്യങ്ങളിലൊന്ന് ശ്രദ്ധിക്കണം. ഇഷ്ടജനങ്ങളുടെ നീരസമൊക്കെ പിടിച്ചു പറ്റാനും അവരുടെ വേർപാടൊക്കെ ഉണ്ടാവാനും ഒക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. അത് ഒരു 3 ദിവസം, അവസാനം 3 ദിവസം ഒന്ന് ശ്രദ്ധിക്കണം. 26, 27, 28 തീയതികളിൽ നിങ്ങൾക്ക് ഉഷ്ണസംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടായിരുന്നു. അതൊക്കെ മാറിക്കിട്ടുന്നതാണ്. രോഗശാന്തിയും നിങ്ങൾക്കുണ്ടാവുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് പ്രത്യേകമായിട്ടൊരു കാര്യം ചെയ്യേണ്ടത്, നിങ്ങൾ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയെ നിങ്ങൾ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. ഇത് മറ്റ് മതസ്ഥരാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഏത് ദൈവത്തിലാണോ അല്ലെങ്കിൽ ഏത് മതവിശ്വാസത്തിലാണോ
ജീവിക്കുന്നു. ആ മതത്തിലുള്ള നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദൈവത്തിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾക്കും വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം. കാരണം ചില ആളുകളൊക്കെ പറയുന്നുണ്ട്, ഈ നക്ഷത്രം പറഞ്ഞു കഴിയുമ്പോഴേക്കും ഇനി ഞങ്ങള് പണിയെടുക്കേണ്ട കാര്യമില്ല, ചുമ്മാ ഇരുന്നാൽ മതിയല്ലോ എന്നൊക്കെ. അത് വളരെ മിഥ്യാധാരണയാണ്. താൻ പാതി ദൈവം പാതി എന്നുള്ളതാണ്. ഈ ഭാഗ്യം എന്നൊരു സംഭവം, അതാണ് ദൈവം നമ്മൾക്ക് കൊണ്ടുവന്നു തരുന്നത്. നമ്മളുടെ അധ്വാനം, നമ്മൾ എത്ര അധ്വാനിച്ചാലും ഭാഗ്യമില്ല എങ്കിൽ, അല്ലെങ്കിൽ ദൈവാധീനമില്ലെങ്കിൽ അത് നന്നാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥന അത് ഉപേക്ഷിച്ച് കളയരുത്. നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തരുത്. കാരണം നമ്മൾ പ്രവർത്തിക്കാനുള്ള പ്രവർത്തിക്കുക, ദൈവം നമ്മൾക്കായിട്ട് അവസരങ്ങൾ കൊണ്ടുവന്ന് തരുന്നതാണ്. തീർച്ചയായിട്ടും അത് നിങ്ങൾ ചെയ്യുക. കൂടാതെ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും അന്നദാനം നടത്താൻ കഴിയുമെങ്കിൽ അതുകൂടെ ചെയ്യുക. അപ്പോൾ ഇത്രയുമൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭരണി നക്ഷത്രക്കാർക്ക് വരുന്ന കാലങ്ങളിലും സുഖമായിട്ട് ജീവിക്കാനുള്ള ഒരു സമ്പത്തൊക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക. ഇതുപോലുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.